എന്ത്? ഞാനേ ആ നിങ്ങളുടെ ക്രൗൺ പ്ലാസ എന്താ പരിപാടി എന്ന് വെച്ചപ്പോ ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? അല്ല അതല്ല, ഞാൻ അങ്ങനെയല്ല, ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ ആ പരിപാടി, ഉഫ്, അങ്ങനെയൊന്നുമല്ല. എന്തുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് അറിയില്ല. കാരണം ഒരുപക്ഷെ മൗനം പാലിക്കുന്നത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. AMMA അമ്മ രമേഷ് പിഷാരടി, ശ്വേതാ മേനോൻ. വൃത്തികേട്. മോശം, വളരെ മോശം പിഷാരടി. അതായത് കുറച്ച് ദിവസം മുമ്പ് രമേഷ് പിഷാരടിയും ശ്വേതാ മേനോനും തമ്മിൽ സംസാരിച്ച ഒരു ഓഡിയോ ലീക്കായിരുന്നു. അതെന്തിനാണ് ഇത് ലീക്കാക്കിയത്? മറ്റാരുമല്ല, ആത്മാർത്ഥ സുഹൃത്ത് എന്ന് രമേഷ് പിഷാരടി പറയുന്ന ശ്വേത തന്നെയാണ് ആ ഒരു വോയിസ് ലീക്കാക്കിയത്. ലീക്കാക്കാനുള്ള കാരണം അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം തിരിച്ചു പിടിക്കണം, അതിനുവേണ്ടി മെനഞ്ഞ ഒരു ഗൂഢതന്ത്രമായിരുന്നു. താൻ പറയുന്നതെല്ലാം രമേഷ് പിഷാരടിയെ കൊണ്ട് സമ്മതിപ്പിച്ച് എന്ത് ചെയ്തു, അതിനെ പുറത്താക്കിപ്പിച്ചു. ആ ഒരു ഓഡിയോ ലീക്കാക്കി എന്ത് ചെയ്തു, കോടതിയിൽ അതൊരു എവിഡൻസ് ആയിട്ട് കൊടുക്കുകയും അങ്ങനെ സ്റ്റേ വാങ്ങുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ മറുപടി ആയിട്ട് രമേഷ് പിഷാരടി വന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്കതിൽ വിഷമമുണ്ടായി, എനിക്ക് വേദനയുണ്ടായി. നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളായി നിന്ന് സ്വകാര്യമായി പറഞ്ഞ സംഭാഷണം, അല്ലെങ്കിൽ ഒരു അനുരഞ്ജനത്തിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ ഒരു സാധനം അത് റെക്കോർഡ് ചെയ്ത് പുറത്തു വിട്ടത് എന്തായാലും വളരെ മോശമാണ്. ആ റെക്കോർഡിന്റെ ക്വാളിറ്റി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരാണ് അത് പുറത്തു വിട്ടത് എന്നുള്ളത്. ഒരു സംശയം വേണ്ട, അത് ശ്വേതാ മേനോൻ തന്നെയാണ് പുറത്തു വിട്ടത് എന്നുള്ളതാണ്. അതുമല്ല, ഞാൻ എന്തായാലും രാജിവെക്കുന്നു. ഇനി നിങ്ങളെ പോലെ 4 ദിവസം കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ രാജിവെക്കുന്നില്ല, എനിക്കിത് തിരിച്ചു വേണം എന്ന് പറഞ്ഞുകൊണ്ട് വരില്ല എന്നൊരു അടിയും ഈ പറയുന്ന ശ്വേതാ മേനോന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞെട്ടിക്കുന്ന മറ്റൊരു വോയിസും പുറത്തു വന്നിരിക്കുന്നു. അയ്യേ പിഷാരടി, നീ ഇങ്ങനെയായിരുന്നോ എന്ന് നമ്മൾ ചോദിച്ചു പോകുന്ന ഒരു ഓഡിയോ, അതും പുറത്തു വിട്ടത് ശ്വേതാ മേനോൻ തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇത് ഒന്നുകിൽ പിഷാരടി പുറത്തുവിടണം, അല്ലെങ്കിൽ ശ്വേതാ മേനോൻ പുറത്തുവിടണം. ഓക്കെ, ഇത് ആരാണ് റെക്കോർഡ് ചെയ്തത് എന്നുള്ളതും ആ ഒരു വോയിസ് കേൾക്കുമ്പോൾ മനസ്സിലാവും. കാരണം ശ്വേതാ മേനോന്റെ സൗണ്ട് വളരെ കൃത്യമായിട്ട് കേൾക്കാമെന്നുള്ളത്. അതുപോലെ ഇവിടെ ഒരു കുൽസിതമാണ്, ഇവിടെ ഒരു സത്യം പറഞ്ഞ ഒരു ലൈംഗിക ചുവയോട് കൂടിയുള്ള ഒരു സംഭാഷണമാണ് പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പോ ഇതും ശ്വേതാ മേനോൻ തന്നെയാണ് പുറത്തു വിട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ പിഷാരടിക്കെതിരായിട്ട് ശ്വേതാ മേനോൻ എന്ത് ചെയ്യുന്നുണ്ട്, വാളെടുത്ത്. എന്നാലും ഇത് ഭയങ്കര വൃത്തികേടായിപ്പോയി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനുള്ളത്. ആ വോയിസ് ഒക്കെ കേൾപ്പിച്ചു തരാം, വെയിറ്റ് ചെയ്യൂ. ഓക്കെ, എനിക്ക് മനസ്സിലാക്കി ഈ പറയുന്ന പാലക്കാട് MLA മൊത്തം ഇങ്ങനെ തന്നെയാണോ എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടം നമുക്കറിയാമല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പറയുന്ന പ്രേമിക്കുക, ഗർഭം ഉണ്ടാക്കുക, പിന്നീട് അതിനെ അലസിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ്. അങ്ങനെയാണ് പാർട്ടി മെമ്പർഷിപ്പ് ഒക്കെ പോകുന്നത്. അതിനുശേഷം ഈ പാലക്കാടിൽ മത്സരിക്കാൻ വേണ്ടി വന്ന ഒരു വ്യക്തിയാണ് പിഷാരടി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എവിടെയാണോ രാഹുൽ മാങ്കൂട്ടം നിർത്തിവെച്ചത് അതിനെ ഞാൻ പിന്തുടരും, അല്ലെ അത് ഞാൻ തുടർന്നു കൊണ്ടുപോകും എന്നൊക്കെ അന്ന് പറഞ്ഞത് ഇതും കൂടി ഉദ്ദേശിച്ചാണോ എന്ന് നമുക്ക് ഡൗട്ടുണ്ട്. നമുക്ക് ആ ഒരു അശ്ലീല ചുവയോട് കൂടിയ ആ ഒരു വോയിസ് കേൾക്കാം. ഓക്കെ, എന്തായാലും വെരി സാഡ്. ഓക്കെ, ശരി. ഞാൻ ക്രൗൺ പ്ലാസയില്. ക്രൗൺ പ്ലാസ. എന്താ പരിപാടി? ഞാനിവിടെ, എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ. ഹലോ, എന്തേ? ആ ചിരി കേട്ടോ, ആ ചിരിയിൽ തന്നെ നല്ല രീതിയിൽ ഒരു കോഴിത്തരം നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് എന്താ പരിപാടി? അത് ഞാനിവിടെ ക്രൗൺ പ്ലാസയിലാണ്. അവർ വെച്ചു എന്താ ക്രൗൺ പ്ലാസയിലാണെന്ന് പറയുമ്പോൾ എന്താ പരിപാടി ചോദിക്കുമ്പോൾ വൈകിട്ട് എന്റെ ഭർത്താവ് വരുമെന്ന് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് അടുത്ത് പറയുന്ന കോഴിത്തര വാക്കുകളാണ് നമുക്ക് കേൾക്കാനുള്ളത്. ഓക്കെ, ഞാനേ നിങ്ങളുടെ ക്രൗൺ പ്ലാസ എന്താ പരിപാടി എന്ന് വെച്ചപ്പോ ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? അല്ല അതല്ല, ഞാൻ അങ്ങനെയല്ല, ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ ആ പരിപാടി, ഉഫ്, അങ്ങനെയൊന്നുമല്ല. അതാ ഞാൻ ചോദിച്ചത്, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? അതായത് എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ ശ്വേത എടുത്ത വായിൽ പറയുന്നത് എന്താണ്, ഭർത്താവ് പിന്നീട് ബോംബെന്ന് വരും. അപ്പൊ ബോംബെന്ന് ഭർത്താവ് വന്നിട്ടാണോ പരിപാടി? അപ്പൊ ഞാനിങ്ങനെ കൂട്ടി വായിക്കുകയാണ്, മനസ്സിലായി. അപ്പൊ ശ്വേത പറയുന്നു, ആ പരിപാടിയല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ്. ഇനിയും കൊണ്ട് തീർന്നിട്ടില്ല. ഓക്കെ.
അല്ലേ, ഞാനത് കൂട്ടി വായിക്കുക. അല്ല ഞാൻ മനസ്സിലായി നിങ്ങളോട് ചോദിച്ചു മനസ്സിലായി. എന്താ ഇന്ന് പരിപാടി, ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരും. ഞാൻ വിചാരിക്കുന്നുള്ളൂ അത്ര വിഷു, ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യമാണ്. അതാണ്. നമ്മൾ ശരിയാക്കാം. ഹസ്ബൻഡ് ഒന്ന് പോട്ടെ. അല്ല, ഹസ്ബൻഡ് വന്ന് പോട്ടല്ല. യു ജസ്റ്റ് പിഷു, ഐ വാണ്ട് യു പീപ്പിൾ ടു ഗിവ് മീ ദ. ഇടോ, അല്ല ശരിയാവും. ഞാൻ നോക്കിക്കോളാം. ശരി, കേട്ടോ? ഓക്കെ, ശരി. ഓക്കെ. അതായത് ഞാനൊരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ അതൊന്നും പ്രശ്നമില്ല, നമുക്ക് അതൊക്കെ ശരിയാക്കാം. ഭർത്താവ് വന്നിട്ട് പോട്ടെ, ഭർത്താവ് പോട്ട് നമുക്കൊക്കെ ശരിയാക്കാന്ന് പറയുന്നു. അപ്പോ അവിടെ ശ്വേത പറയുന്നുണ്ട്, പിഷു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പിഷു ഞാനൊരു എന്താണ് അങ്ങനെയല്ല, നിങ്ങള് എല്ലാവരും എനിക്ക് അതായത് പിന്നെ പറയുന്നത് അമ്മയുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് എന്നുള്ളതാണ്. മനസ്സിലായോ? എനിക്കിത് മനസ്സിലാകുന്നത് ഈ ഇടയ്ക്ക് നടന്ന വോയിസ് റെക്കോർഡിംഗ് എന്തുവാണ്. അതിന് ശേഷം ഈ ശ്വേത ഇവിടെ വെച്ച് കട്ട് ചെയ്യാൻ കാരണം പിന്നീട് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സംഭവമായിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ഇതിനകത്ത് സത്യം പറഞ്ഞ ഒരു അശ്ലീല ചൊവ്വയോട് കൂടിയുള്ള ഒരു സംസാരം അല്ലേ ചോദിച്ചതിന് ഉറപ്പായിട്ടാണ്. എന്താ പരിപാടിയാ, ഭർത്താവ് പോയിട്ട് നമുക്ക് ശരിയാക്കാം എന്നൊക്കെ ഒരു ദ്വയാർത്ഥത്തിലൂടെയുള്ളതാണ് സംസാരം എന്നുള്ളത്. പിന്നെ ഇവര് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ്, ഇവര് തമ്മിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഈ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇവിടെ ഒരു മാറ്ററാണ്. ഈ സംസാര രീതി കാണുമ്പോൾ ഇവരുടെ ആദ്യത്തെ സംസാരമല്ല എന്നുള്ളതാണ്. മനസ്സിലായോ? മേ ബി ഇതിനു മുമ്പ് ഇവർക്ക് ഇതേ ദ്വയാർത്ഥത്തിലുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു വ്യക്തിയോടാണ് ഇത് സംസാരിച്ചെങ്കിൽ അപ്പൊ നമുക്കിത് പെട്ടെന്ന് ഇതിനെടുത്തിട്ട് ഇത് ഭയങ്കര മോശമായി പോയി എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അവരുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ്. ഇപ്പൊ നമ്മളെ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ലേഡി ഫ്രണ്ട്സ്, നമുക്ക് അവരുടെ അടുത്തൊക്കെ ചിലപ്പോൾ നമ്മൾ ഈ രീതിയിലുള്ള തമാശയിലടിക്കും. അത് മറ്റൊരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കത്തില്ല. പക്ഷെ ഇവിടുത്തെ ഈ ഒരു പറയുന്ന എന്താണ് ഈ പറയുന്ന ഒരു ദ്വയാർത്ഥ രീതിയിലുള്ള ഒരു ചിരി, ഒരു വളിച്ച ചിരി ഒക്കെ കേൾക്കുമ്പോൾ ഇത് ആദ്യത്തെ സംഭാഷണമല്ല. ഈ പിഷാരടിക്ക് എങ്ങനെ ഈ ഒരു ധൈര്യം കിട്ടിയെന്നുള്ളത്. അപ്പൊ ഈ ധൈര്യം കിട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്വേത കൊടുത്തിട്ടുണ്ടാവാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ശ്വേത ഇത് മനഃപൂർവ്വം ഈ ഒരു സാധനം, ശ്വേത ഇവിടെ ഒരു ഡിഫൻഡ് മോഡിലാണ് നിൽക്കുന്നത്. ശ്വേതയ്ക്ക് പെട്ടെന്ന് എന്തോ പറയുമ്പോൾ ഉണ്ടാകുന്നതായ ഒരു ടൈപ്പിലാണ് ശ്വേത ഇവിടെ നിൽക്കുന്നത്. അപ്പൊ അതിനർത്ഥം ഇതിന് മനഃപൂർവ്വം ഇന്റൻഷ്യലി ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്നതാണോ എന്നും എനിക്കറിയത്തില്ല. അതിന് ശേഷമുള്ളത് ഇല്ല, അവിടെ വെച്ച് കട്ടായിക്കൊണ്ട് പോകുന്നുണ്ട്. അതോ ഇനി റെക്കോർഡ് ചെയ്യുന്നു എന്ന് പിഷാരടിക്ക് മനസ്സിലായതൊന്നും എനിക്കറിയാം. പെട്ടെന്ന് ടഫേനെ തന്നെ ഈ ഒരു എനിക്കൊന്ന് ഇവിടെ വെച്ചത് എൻഡാവും പോലെ എനിക്ക് തോന്നുന്നുണ്ടോ, അതോ ഇവിടെ വെച്ച് അവര് കട്ട് ചെയ്ത് മാറ്റിയതോ എന്തോ. എന്തായാലും ഈ ഒരു കാണിച്ചത് വളരെ വൃത്തികെട്ടൊരു പരിപാടി ആയിപ്പോയി ഒരു ശ്വേത കാണിച്ചത്. ഓക്കെ, അതുമല്ല പിഷാരടി കേസ്, താങ്കളൊരു ജനപ്രതിനിധിയാണ്, ഇതുപോലുള്ള കോഴിത്തരങ്ങൾ വിളിച്ചിട്ട് അതും വളരെ വളരെ മോശമാണ്. ഇതൊരു കോഴിത്തരമല്ലെന്ന് പറയാൻ പാടില്ല. ഇതൊരു അശ്ലീല ചൊവ്വയോട് കൂടിയുള്ള ചോദ്യം തന്നെയായിരുന്നു. വളരെ വളരെ മോശം. ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഇനി എന്തൊക്കെ ഈ പറയുന്ന വോയിസുകൾ ഈ ശ്വേതയുടെ കയ്യിലുണ്ട്? ശ്വേത ഇതും വെച്ച് പലരെയും ഭീഷണിപ്പെടുത്തുന്നുണ്ടോ എന്ന് വരെ എനിക്ക് ഡൗട്ട് ഉണ്ട്. നീ അന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞില്ലേടാ എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ എന്ന് വരെ ഡൗട്ട് ഉണ്ട്. എന്തായാലും ഞാൻ ഈ വോയിസ് കേട്ട് സത്യം പിഷാരടിയിൽ നിന്ന് ഇതിപ്പോ ഒരു വോയിസ് ആണെന്ന് വെച്ചാൽ ഒരിക്കലും അല്ല എന്നുള്ളതാണ്. വോയിസ് അല്ല, നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. പിഷാരടിയുടെ സൗണ്ട് ആയിക്കോട്ടെ, ശ്വേതയുടെ സൗണ്ട് ആയി, ഇതൊരു വോയിസ് ആവാൻ ഒരു ചാൻസും ഇല്ല. ഇത് ആര് പുറത്തു വിട്ടു എന്നുള്ളത് വലിയൊരു ഘടകമാണ്. ഇത് റെക്കോർഡ് ചെയ്തത് എന്തായാലും ഇതിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ പറയുന്ന ശ്വേതയാണ്, അത് ഉറപ്പാണ്. ആ ശ്വേതയുടെ ഫോണിൽ നിന്നാണ് ഇത് റെക്കോർഡ് ആയിരിക്കുന്നത്. അപ്പൊ ഇത് ആര് പുറത്തു വിട്ടു വന്നത്? ശ്വേത അറിയാതെ ശ്വേതയുടെ ഫോണിൽ നിന്ന് ഇത് പുറത്താകണം. അത് ഈ ഒരു സമയത്ത് ഇങ്ങനെ പുറത്താകണം. അത് ഉറപ്പായിട്ടും ശ്വേത മനഃപൂർവ്വം ഇത് പുറത്താക്കിയതാണ്. ഇനി എന്തൊക്കെ സംഭവങ്ങൾ ലീക്കാക്കാൻ കിടക്കുന്നു എന്നുള്ളതാണ് ഞാൻ വണ്ടടിക്കുന്നത്. വളരെ ഇനി ഇങ്ങനെ വെച്ചിട്ട് അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരട്ടിയായിരിക്കും. കാരണം എന്തോ ഒരു വൻ സംഭവം എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഈ ഒരു അമ്മയുമായി ബന്ധപ്പെട്ട് ഒരു വൻ സംഭവം നടന്നിട്ടുണ്ട്. എന്തോ വൻ കൊള്ളാം, അല്ലെങ്കിൽ ആൾക്കാർ ഞെട്ടിപ്പോകുന്ന, പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര രീതിയിലുള്ള ഒരു പ്രശ്നം നടക്കുന്ന എന്തോ ഒരു വൻ സംഭവം ഈ അമ്മയ്ക്കകത്ത് ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ളവർ ചെയ്തിട്ടുണ്ട്. അത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നാറി വെളുക്കും. ഇവർ മാത്രമല്ല പലരും നാറും. അതുകൊണ്ടാണ് ഇവർ ഈ രീതിയിലുള്ള ഭീഷണിയുമായിട്ട് ഈ രീതിയിലുള്ള അശ്ലീല ചൊവ്വയോട് കൂടിയുള്ള പണ്ട് ആരെയൊക്കെ വിളിച്ചിരുന്ന, അല്ലെങ്കിൽ ഇപ്പം വിളിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളിൽ നിന്ന് പല ഭാഗങ്ങൾ ഈ അശ്ലീല ചൊവ്വയോടുള്ള ഭാഗങ്ങൾ മാത്രം വെട്ടി പുറത്ത് വിടുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ, ഇതിന്റെ ബാക്കി ഇനിയും വരുമെന്ന്. ഇതിന് മറുപടിയായിട്ട് പിഷാരടി ഇനി എന്താണ് പറയാം? പിഷാരടി ചിലപ്പം പറയാം
എന്താണ് അത് നമ്മുടെ ആ സുഹൃത്ത് വലയം അങ്ങനെയാണ്, നമ്മളത് തമാശക്കില്ലായിരുന്നു പറയുന്നത്, അല്ലെങ്കിൽ വേറെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ ഖണ്ഡിക്കാനൊന്നും പറ്റത്തില്ല എന്നുള്ളത്. കാരണം ഇത് ഞാൻ പറഞ്ഞില്ല, അവരുടെ സുഹൃത്ത് ബന്ധം ഇങ്ങനെ സംസാരിച്ചതും ഇവർ തമ്മിൽ അവിഹിതമാണ്, പിഷാരടി വൻ കോഴിയാണെന്നൊന്നും നമുക്കിതിനെ സ്ഥാപിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ എങ്കിലും ഇത് കോഴിത്തരമല്ല, കോഴിത്തരമാണ് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അതിന്റെ ബാക്കി വരട്ടെ, അല്ലെങ്കിൽ പിഷാരടിയുടെ ആ ഒരു എക്സ്പ്ലനേഷൻ വരട്ടെ എന്നുള്ളതാണ്. ഇനി ഇവിടെ അൻസിബയുടെ ഒരു ബൈറ്റും കൂടി വെക്കാം. അൻസിബ ഇപ്പൊ എന്തായാലും 2 കേസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ടിനി ടോമിനെതിരായിട്ട് ഒരു കേസ് കൊടുത്തു, ഈ പറയുന്ന നമ്മുടെ ലക്ഷ്മിപ്രിയക്കെതിരായിട്ട് 3 കേസ് കൊടുത്തിട്ടുണ്ട്. 3 കേസ് കൂടെ, 3 കേസും ആദ്യം പോയപ്പോൾ 3 കേസും എടുത്തില്ലായിരുന്നു. 2 കേസ് ആദ്യം എടുത്തില്ലായിരുന്നു. അത് രണ്ടും കോടതിയിൽ പോയി എന്ത് ചെയ്തു, ഫൈറ്റ് ചെയ്ത് കൃത്യമായിട്ട് കോടതിയിൽ പോയി ഓർഡർ ചെയ്ത് 2 കേസ് എടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു കേസുണ്ട്. അതായത് ലക്ഷ്മിപ്രിയ എന്ത് ചെയ്തു, ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ വഴി തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള വീഡിയോ ഇട്ടു എന്നുള്ളത്, അതിന്റെയും കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ആങ്കർ ചോദിക്കുന്നുണ്ട്, ഈ മോഹൻലാലും മമ്മൂട്ടിയും എന്റെ കൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്വേതാ മേനോൻ ഒരു പോസ്റ്റ് ഇട്ടല്ലോ, അതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഈ നമ്മുടെ അൻസിബ പറയുന്ന ഒരു മറുപടി കേൾക്കാം. മുതിർന്ന താരങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഒരു നിലപാട് എടുക്കേണ്ടതല്ലേ ഈ ഒരു ഘട്ടത്തിൽ? തീർച്ചയായിട്ടും അവരുടെ നിലപാട് പറയേണ്ടതാണ്. അത് അവര് തന്നെ വന്ന് പറയേണ്ടതാണ്. ഇപ്പം എന്റെ നിലപാട് ഞാനാണല്ലോ പറയേണ്ടത്. എനിക്ക് പകരം മറ്റൊരാൾ വന്ന് അൻസിബയുടെ നിലപാട് ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സമൂഹം വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ഏത് വ്യക്തിയാണോ ആ വ്യക്തിയുടെ നിലപാട് അറിയിക്കുന്നത് ആ വ്യക്തി തന്നെ വന്ന് പറയണം. അപ്പൊ അതുകൊണ്ട് മമ്മൂക്കയും ലാലേട്ടനും അവരുടെ നിലപാട് അറിയിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവരത് പബ്ലിക്കായിട്ട് അറിയിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മൗനം പാലിക്കുകയാണെങ്കിൽ തെറ്റായ ധാരണ സമൂഹത്തിൽ ഉണ്ടാവുമല്ലോ, അവരിപ്പോഴും മൗനം പാലിച്ചിരിക്കുകയാണെങ്കിൽ അല്ലെ? മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് അറിയില്ല. കാരണം ഒരുപക്ഷെ മൗനം പാലിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്ന കാര്യമായിട്ട് പറയണത്, അല്ലാതെ ഇതായിരിക്കും ഞാൻ ഉറപ്പ് പറയണില്ല. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളായിരുന്നു എന്നുള്ള ചിന്തയായിരിക്കാം, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ സ്റ്റേറ്റ്മെന്റ് പറയണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. എനിക്ക് അറിയില്ല എന്താണ് പറയാത്തതെന്ന്. അതാ ഞാൻ ഓക്കെ. അൻസിബ നേരത്തെ ഇതിനെക്കുറിച്ച് മോഹൻലാലും മമ്മൂട്ടിയും ഈ ശ്വേതാ മേനോന്റെ കൂടെയാണോ എന്ന് ചോദിച്ചപ്പോൾ അൻസിബ ഇതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു തരി പോലും അത് വിശ്വസിക്കുന്നില്ല, അതെനിക്ക് വിശ്വസിക്കാൻ പാടാണ്, അങ്ങനെയുണ്ടെങ്കിൽ അവർ വന്ന് പറയട്ടെ എന്നുള്ളത്. ഇവിടെ അത് തന്നെയാണ് പറയുന്നത് എന്നുള്ളതാണ്. അതായത് ലാലേട്ടനും മമ്മൂട്ടിക്കും അങ്ങനെ ഒരു നിലപാടുണ്ട് എങ്കിൽ തുറന്നു എന്ന് പറയാം. അല്ലാതെ മറ്റൊരാൾ വന്നിട്ട് ഇതാണ് ലാലേട്ടന്റെ നിലപാട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മമ്മൂട്ടിയും മോഹൻലാലും സമ്മതിക്കണം. മമ്മൂട്ടിയും മോഹൻലാലും ഒരിക്കലും നിങ്ങൾ അവിടെ എന്താണ് ഈ പറഞ്ഞതുപോലെ പിന്നെ രാജിവെക്കേണ്ടതായിരുന്നു, നിങ്ങൾ വീണ്ടും തിരിച്ചു കയറണം, പോയി കേസ് കൊടുക്കുക എന്നൊന്നും മോഹൻലാലോ മമ്മൂട്ടിയോ പറയാൻ ഒരു ചാൻസും, അല്ലെങ്കിൽ അവളെ ഈ പറയുന്ന അൻസിബയെ ജാതീയമായിട്ട് ആക്ഷേപിക്കുകയും ജിഹാദിയും ഡബിൾ ഡാഡി സിൻഡ്രോം എന്നൊക്കെ വിളിച്ചത് ശരിയാണ്, ഇപ്പോൾ അടിപൊളി എന്നൊക്കെയെന്ന് ഒരിക്കലും മമ്മൂട്ടി പറയുന്നത്. ആ സമയത്ത് ചിലപ്പോൾ ശ്വേത വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ ഞാൻ അവിടെ നിന്ന് രാജിവെച്ചു എന്ന് പറയുമ്പോൾ ലാലേട്ടൻ ഉൾപ്പെടെ ഞാൻ വേണ്ടായിരുന്നു, രാജിവെക്കേണ്ട ആവശ്യം നിങ്ങൾ അവിടെ നിന്ന് എന്താണ് അത് തെളിയിച്ചു കൊടുക്കുകയല്ലേ ചെയ്യാനുള്ളത്, അങ്ങനെയല്ലേ എല്ലാവരും പറയില്ല. അതിനെയാണ് എടുത്തു വെച്ചുകൊണ്ട് ശ്വേത അവരെ പറഞ്ഞ സ്ഥിതിക്ക് അവരാണ് എൻ്റെ അടുത്തേക്ക് നമ്മളത് വായിക്കുമെന്നത്. അതായത് മമ്മൂട്ടിയും മോഹൻലാലും പറഞ്ഞത് കൊണ്ടാണ് ഞാൻ തിരിച്ചു കയറുന്നത്, അതുകൊണ്ടാണ് ഞാൻ കേസ് കൊടുത്തത് എന്നുള്ള രീതിയിലാണ് അവരുടെ പോസ്റ്റ്. സത്യത്തിൽ അതൊന്നും ആയിരിക്കത്തില്ല. അപ്പം നമ്മളൊരു സുഹൃത്ത് ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് ഇപ്പൊ രാജിവെച്ച് പോയി, അപ്പൊ എന്റെ ചോദിക്കുക ഞാൻ രാജിവെച്ചപ്പോൾ ഞാൻ പറയും നീ രാജിവെക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു, അവിടെ നിന്ന് നിന്റെ നിരപരാധിത്വം ഉണ്ടെങ്കിൽ തെളിയിക്കേണ്ടതല്ലേ വേണ്ടി എന്ന് പറയും. അതിനെ പിന്നെ വന്ന് കേസൊക്കെ കൊടുത്തതിന് ഇതുവരെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്, മോശമാണ്. അപ്പൊ എന്തായാലും വിഷു മോശം 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 ഭയങ്കര മോശം. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റേ കമന്റ് കൂടി കാണാം. ശരി.